ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. അമ്മാ ബഅദു ഫഇന്ന ഖൈറൽ കലാമി കലാമുല്ലാഹ് وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سورة مريم എൺപത്തി അഞ്ചാമത്തെ ആയത്താണ് ഇനി എടുക്കേണ്ടത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم نحشر المتقين إلى الرحمن وفدا ونسوق المجرمين إلى جهنم وردا لا يملكون الشفاعة إلا من اتخذ عند الرحمن عهدا وقالوا اتخذ الرحمن ولدا لقد جئتم شيئا إدا. يوم نحشر المتقين إلى الرحمن وفدا ونسوق المجرمين إلى جهنم وردا لا يملكون الشفاعة إلا من اتخذ عند الرحمن عهدا وقالوا اتخذ الرحمن ولدا لقد جئتم شيئا إدا. يوم نحشر المتقين إلى الرحمن وفدا നൽക സുഖക്കരായ ആളുകളെ കുറിച്ചാണ് ഈ രണ്ട് ആയത്തുകളിലായി അല്ലാഹു തആല പഠിപ്പിക്കുന്നത്. യൗമ നഹ്ശുറു മുത്തഖീന ഇല റഹ്മാനി വഫ്ദ. യൗമ നഹ്ശുറു നാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. യൗമ നഹ്ശുറു ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. ഹശറ യഹ്ശുറു മഹ്ശർ എന്ന പദവുമായി ബന്ധമുള്ളതാണ്. ഹശറ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂട്ടി എന്നാണ്. ശേഖരിച്ചു, ഒരുമിച്ച് കൂട്ടി എന്നൊക്കെയാണ് ഹശറ എന്ന പദാർത്ഥം. പലപ്പോഴായിട്ട് ഖുർആൻ ഉപയോഗിച്ച വാക്കാണ് ഫഹശറ ഫനാദ. ഫിർഔനെ പറ്റി പറഞ്ഞല്ലോ ഫഹശറ ഫനാദ, എല്ലാ ആളുകളെയും വിളിച്ച് ഒരുമിച്ച് കൂട്ടി. ഇവിടെ ഹശറ എന്ന പദമാണ്. അതാണ് ഇവിടെയും. ഹശറിന്റെ മുതാലിയാണ് യഹ്ശുറു. ഹശറ യഹ്ശുറു. നാം നഹ്ശുറു ആകുമ്പോൾ നാം ഒരുമിച്ച് കൂട്ടും എന്നാവും. ഹശറ ഒരുമിച്ച് കൂട്ടി, യഹ്ശുറു ഒരുമിച്ച് കൂട്ടും. നഹ്ശുറു നാം ഒരുമിച്ച് കൂട്ടും. യൗമ നഹ്ശുറു നാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. അൽ മുത്തഖീന മുത്തഖീങ്ങളെ നാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. ഇല റഹ്മാൻ റഹ്മാനിലേക്ക് അല്ലാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. എങ്ങനെ? വഫ്ദ. വഫ്ദ നശിക്ക് ഈ സംഘങ്ങൾ, അതായത് നിവേദന സംഘത്തെ സാധാരണ വഫ്ദ് എന്നറിയാം. ഒരു പ്രത്യേകമായ സന്ദേശവുമായി വരുന്ന ആൾക്ക് ബഹുമാനിച്ച് ആദരിച്ച് സ്വീകരിക്കപ്പെടുന്ന സംഘങ്ങൾക്കാണ് സാധാരണ വഫ്ദ് എന്ന് പറയുക. ഇപ്പൊ രാജാവിന്റെ ഒക്കെ സംഘമായി ചെല്ലുന്ന അതിന്റെ ഒരു സന്ദേശവാഹക സംഘമായി പോകുന്നവർക്ക് വഫ്ദ് എന്ന് പറയും. ഒരു വഫ്ദ് പോവുക ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഒക്കെ ഔദ്യോഗികമായ ഒരു പ്രതിനിധികളായിക്കൊണ്ട് പോകുന്ന സംഘത്തിനാണ് സാധാരണ വഫ്ദ് എന്ന് അറബിയിൽ ഉപയോഗിക്കാറുള്ളത്. നമ്മൾ നാലാൾ കൂടി വളരെ പോയാൽ അതിന് വഫ്ദ് എന്ന് പറയുന്നില്ല. പ്രതിനിധി സംഘം അല്ലെങ്കിൽ ദൗത്യവാഹക സംഘം
എന്നൊക്കെയാണ് സാധാരണ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു സ്ഥാപനത്തെ പ്രതികരിച്ചുകൊണ്ട് ഇപ്പോൾ 4 ആള് ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്ക് പോയി, അതിന് വഫ്ദ് എന്നാണ് പറയുക. അപ്പൊ ഇവരെ നിയോഗിക്കുന്ന ഒരു ഔദ്യോഗികമായ സംഘം, അതിനാണ് സാധാരണ അറബിയിൽ വഫ്ദ്. അപ്പൊ ഈ വഫ്ദ് വരുമ്പോ വഫ്ദിന് വലിയ അംഗീകാരം കിട്ടും. അതാണ് വഫ്ദിന്റെ പ്രത്യേകത. വഫ്ദ് വരുമ്പോൾ നമ്മൾ വ്യക്തിപരമായി പോണ പോലെ ആവില്ല വഫ്ദായിട്ട് എഴുതുമ്പോൾ. അപ്പൊ അവിടെ നേരത്തെ നമുക്ക് വേണ്ടി അവിടെ എല്ലാ സൗകര്യം ഒരുക്കി വെച്ച് നമ്മളെ കാത്തിരുന്ന് ചെല്ലുമ്പോൾ തന്നെ സ്വീകരിക്കാൻ ആളേർപ്പാടാക്കി നമുക്ക് വേണ്ട എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കി വെച്ചതാ. ടീം വരാനുണ്ട്, സംഘം വരാനുണ്ട്, ആ സംഘത്തെ കാത്തിരിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അതാണ് ശരിക്കും വഫ്ദിന്റെ പ്രത്യേകത. അതാണ് അള്ളാഹുവിന്റെ അടുത്തേക്ക് അപ്പൊ അവര് ചെല്ലുമ്പോൾ തന്നെ അവർക്ക് ആ ഒരു ബഹുമാനവും അംഗീകാരവും സ്ഥാനവും ഒക്കെ അവർക്ക് ഉണ്ടാകും എന്ന സൂചന കൂടി അവിടെ വഫ്ദ് എന്ന പദം ഉപയോഗിച്ചിലൂടെ ഉണ്ട് അർത്ഥം. വഫ്ദായി വരും എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു ആ നിലക്ക് പ്രത്യേകമായ അവർക്കൊരു സ്വീകരണവും പ്രത്യേകമായ ഒരു അംഗീകാരവും ഒക്കെ ലഭിക്കുന്ന രൂപത്തിലാണ് വിശ്വാസികൾ അവിടെ ചെല്ലും. മഹ്ശറിൽ തന്നെ അവർക്ക് പ്രത്യേകമായ ഒരു അംഗീകാരം കിട്ടും എന്ന സൂചന കൂടി അതിലൂടെ വരുന്നുണ്ട്. യൗമ നഹ്ശുൽ മുത്തഖീന, മുത്തഖീകളായ ആളുകളെ നാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. ഇലർ റഹ്മാൻ, റഹ്മാനിലേക്ക് നാം ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. വഫ്ദ, വഫ്ദായിക്കൊണ്ട് സംഘമായിക്കൊണ്ട് ഒരുമിച്ച് കൂട്ടുന്ന ദിവസം. അപ്പൊ റഹ്മാനിലേക്ക് അല്ലാഹു റഹ്മത്ത് പ്രത്യേകം അവർക്ക് ലഭിക്കും എന്ന സൂചന കൂടെ അവിടെ ഇലല്ലാഹി എന്ന് പറയാതെ, ഇലല്ലാഹി എന്ന് പറയാതെ ഇലർ റഹ്മാൻ എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞു. മഹ്ശറിൽ ഏറ്റവും അധികം അള്ളാഹുവിന്റെ പ്രകടമാകുന്ന സിഫത്ത് കൂടിയാണ് റഹ്മത്ത്. അള്ളാഹു റഹ്മത്ത് നൂറാക്കി തിരിച്ചുവെന്നും ആ നൂറിലെ ഒരംശമാണ് ഭൂമിയിലേക്ക് അള്ളാഹു തആല ഇറക്കിയത് എന്നും ബാക്കി 99 അള്ളാഹു നാളെ പരലോകത്തേക്ക് മഗ്ഫിറത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൂടി ആയിരിക്കാം ഇവിടെ ഇലർ റഹ്മാൻ എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്ത് അതെ അതുമുണ്ട്. ഒരു വഫ്ദ് വരുമ്പോഴും അവിടെയും റഹ്മത്താണ് പ്രത്യേകമായി ഉണ്ടാവുക, ഒരു കാരുണ്യം എന്നർത്ഥത്തിൽ. അപ്പൊ പരലോകത്താണ് അള്ളാഹു തആലയുടെ റഹ്മത്ത് ഏറ്റവും അധികം വ്യാപകമാകുന്നത്. അള്ളാഹുവിന്റെ റഹ്മത്തിനെ മൊത്തം നൂറാക്കി തിരിച്ചാൽ ആ നൂറിന്റെ ഒരംശമാണ് അള്ളാഹു ഈ ദുനിയാവിലേക്ക് മൊത്തം ഇറക്കിയിരിക്കുന്നത്. ഇവിടെ ആരെല്ലാം റഹ്മത്ത് കാണിക്കുന്നുണ്ടോ, ആരൊക്കെ മനുഷ്യന്മാരോ ജീവികളോ ജന്തുക്കളോ ആരെല്ലാം എന്തിനോടെല്ലാം കാരുണ്യം കാണിക്കുന്നുണ്ടോ ആ കാരുണ്യങ്ങളെല്ലാം ഈ ഒരു അംശം ലോകത്തെ മൊത്തം ജീവികൾക്ക് ഓഹരി വെച്ചപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു വിഹിതമാണ് എല്ലാവർക്കുമുള്ള കാരുണ്യം. ബാക്കി റബ്ബിന്റെ 99% കാരുണ്യവും നാളെ പരലോകത്ത് മഗ്ഫിറത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നു. അപ്പൊ അവിടെ പരമാവധി പാപമോചനം നൽകി, സ്വർഗം നൽകി, നരകമോചനം നൽകി, അങ്ങനെ അല്ലാഹു തആല അവന്റെ അടിമകളെ സ്വീകരിക്കുന്ന ദിവസമാണ് മഹ്ശർ, അല്ലെങ്കിൽ ശേഷമുള്ള സന്ദർഭങ്ങൾ. അപ്പൊ അവിടേക്ക് മുത്തഖീങ്ങൾ വരുമ്പോൾ അവർ വഫ്ദായി വരുന്നു, അവർ റഹ്മാനിലേക്കാണ് എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞത് ആ സൂചന കൂടി അതിലുണ്ട്. യൗമ നഹ്ശുൽ മുത്തഖീന ഇലർ റഹ്മാനി വഫ്ദ വനസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദ. അതേസമയം ഓപ്പോസിറ്റ് വനസൂഖുൽ മുജ്രിമീന, മുജ്രിമീങ്ങളെ കുറ്റവാളികളെ നാം തെളിച്ചു കൊണ്ടുപോകും. സാഖ യസൂഖു, തെളിച്ചു കൊണ്ടുപോകാൻ. സാക്ക സ്വയം വരില്ല, ഒരു വീടിട്ട് വരില്ല, പോലെ നിർബന്ധിച്ച് ഉന്തിത്തള്ളി കൊണ്ടുപോവുക. അതിനാണ് സാഖ യസൂഖു. സായിഖ്, സായിഖ് സവ്വാഖ്, ആ ഡ്രൈവർക്ക് പറയലോ സാക്ക എന്നാണ്. സാക്ക തെളിച്ചു കൊണ്ടുപോയി എന്നാണ് നേരർത്ഥം. അപ്പൊ എല്ലാരും കൂട്ടി കൊണ്ടുപോണാക്കാണ് സായിഖ് എന്ന് പറയാം. എന്ന് പറഞ്ഞു സൂറത്ത് ഖാഫിൽ. ഓരോരുത്തും വരും അവിടെ, എല്ലാവരുടെയും കൂടെ ഒരു സായിഖും ഉണ്ടാകും, ഒരു ഷഹീദും ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. അവന്റെ എല്ലാം രേഖപ്പെടുത്തിയ മലക്ക് അവന്റെ കൂടെ സാക്ഷിയായിട്ടുണ്ട്. അവനെ ആട്ടിത്തെളിച്ച് പരലോകത്തേക്ക് കൊണ്ടുപോകാനും അല്ലാഹു തആല മലക്കിനെ പ്രത്യേകമായി ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതാണ് സാഖ്, സായിഖ്. ഇവിടെ നസൂഖു, സാഖ യസൂഖു. സാഖ തെളിച്ചു കൊണ്ടുപോയി, നയിച്ചു കൊണ്ടുപോയി. സാഖ യസൂഖു, അവനെ തെളിച്ചു കൊണ്ടുപോകും. വനസൂഖുൽ മുജ്രിമീന, മുജ്രിമീങ്ങളെ കുറ്റവാളികളെ നാം തെളിച്ചു കൊണ്ടുപോകും. ഇലാ ജഹന്നമ, നരകത്തിലേക്ക്. അപ്പൊ മുത്തഖീങ്ങൾ വഫ്ദായി വരും എന്ന് പറഞ്ഞപ്പോ നേരെ മറുവശം മുജ്രിമീങ്ങളായ ആളുകൾ അവര്
തെളിച്ചു കൊണ്ടുപോകപ്പെടും ഇലാ ജഹന്നമ നരകത്തിലേക്ക് വിർദ ദാഹിക്കുന്നവരായി അല്ലെങ്കിൽ പ്രയാസപ്പെടുന്നവരായി എന്നൊക്കെ വിർദ് എന്ന വാക്കിന് അർത്ഥമുണ്ട്. ഒരുപാട് അർത്ഥം ഉപയോഗിക്കുന്ന വാക്കാണ് വിർദ് എന്നുള്ളത്. സാധാരണ ഈ വിശക്കുന്നവർ ദാഹിക്കുന്നവർ എന്നൊക്കെയാണ് ഇവിടുത്തെ വിർദിന് തഫ്സീറിലൊക്കെ അർത്ഥം കൽപ്പിച്ച് കാണുന്നത്. അവരവിടെ അങ്ങേയറ്റം ദാഹിച്ചുകൊണ്ടാണ് അവർ വരിക എന്നർത്ഥം. അതെ, വാരിദ് വറദന വന്നു അർത്ഥമുണ്ട്. നേരെ വറദക്ക് വന്നു എന്നാണ്, നേരെ വറദ എന്നർത്ഥം വന്നു. സാധാരണ വെള്ളം കുടിക്കാനൊക്കെ വരുന്ന ആ വാക്ക് ഉപയോഗിക്കാം. വറദ വറദ മാ അമദിയന എന്ന് മൂസാ നബിയെ പറ്റി പറഞ്ഞപ്പോൾ അല്ലാഹു തആല ഖുർആനിൽ പരിചയപ്പെടുത്തിയത് വറദ വെള്ളം കോരാൻ വെള്ളം കുടിക്കാനൊക്കെ കിണറ്റിലേക്ക് അല്ലെങ്കിൽ ആ നിൽക്കുന്ന സ്ഥലത്തേക്കൊക്കെ വെള്ളം തേടി വരുന്നതിനാണ് സാധാരണ വറദ. അപ്പൊ ദാഹത്തോടു കൂടി വരുന്ന ആ വരവ്, അതാണ് ശരിക്കും വറദ വുറൂദ്. അതിനാണ് വിർദൻ എന്ന് പറയും. പിന്നെ വാരിദാവുക, ഇപ്പൊ ഹദീസിൽ വരിക എന്ന അർത്ഥത്തിൽ വാരിദാവുക, വാരിദായ വിക്റുകൾ വിർദുകൾ എന്നൊക്കെ പറയും. വിർദുകൾ അത് ബാ ആണ്. ആ വർദ് വർദ് അത് വർദ്, ഇത് വിർദ്. അപ്പൊ അവിടെ പിന്നെ വറദ എരിതു എന്നാണ് നേരെ വാക്കർത്ഥം. അതിനാണ് വിർദ് എന്ന് വരുന്നത്. അപ്പൊ അവരെ നരകത്തിലേക്ക് നാം നയിക്കും വിർദ ദാഹിക്കുന്നവരായി അല്ലെങ്കിൽ പ്രയാസപ്പെടുന്നവരായി എന്നൊക്കെയാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ വെള്ളത്തിലേക്ക് വരുന്നതിന് വറദ ഉപയോഗിക്കും. കാരണം ദാഹം ഉണ്ടാകുമ്പോഴാണ് വെള്ളത്തിലേക്ക് ആളുകൾ വരിക. അതുകൊണ്ടാണ് വറദ എന്ന പദം വെള്ളം കുടിക്കാൻ വേണ്ടി വരുന്നതിന് അറബിയിൽ ഉപയോഗിച്ചു പോരുന്നത്. ആ പദമാണ് ഇവിടെ അല്ല ഉപയോഗിച്ചത്, വിർദൻ. വെള്ളം കുടിക്കാൻ വരുന്നത് പോലെ എന്ന് പറഞ്ഞാൽ ദാഹത്തോടു കൂടി അവരെ നരകത്തേക്ക് അല്ലാഹു തആല കൊണ്ടുവരുന്നു. അപ്പൊ രണ്ടു കൂട്ടരും രണ്ട് രൂപത്തിലാണ് അവിടെ വരുന്നത് എന്നർത്ഥം. മുത്തഖീങ്ങൾ പ്രത്യേകിച്ച് ബഹുമാനിച്ച് ആദരിച്ച് അവരെ സ്വീകരിച്ചവിടെ കൊണ്ടുവരുന്നു. മുജ്രിമീങ്ങൾ ദാഹിച്ചും പ്രയാസപ്പെട്ടും വിഷമിച്ചും തന്നെ അവർ അള്ളാഹുലേക്ക് അല്ലെങ്കിൽ നരകത്തേക്ക് അവർ നയിക്കപ്പെടുന്നു. ഇനി ലാ യംലികുന ശഫാഅത ഇല്ലാ മൻ ഇത്തഖദ ഇൻദ റഹ്മാനി അഹ്ദാ. പരലോകത്തിലെ പൊതുവായ ഒരവസ്ഥയാണത്. ലാ യംലികുന ശഫാഅ, ലാ യംലികുന അവർ ഉടമപ്പെടുത്തുക ഇല്ല, അശ്ശഫാഅത ശഫാഅത്ത് ശുപാർശ ഉടമപ്പെടുത്തുക ഇല്ല. നാളെ മഹ്ശറിൽ ആർക്കു വേണ്ടിയും ശുപാർശ ചെയ്യാൻ കഴിയുക ഇല്ല എന്നർത്ഥം. ലാ യംലികുന ശഫാഅ ശഫാഅത്ത് അവർ ഉടമയാക്കുന്നില്ല. ഇല്ലാ മൻ ഇത്തഖദ ഇൻദ റഹ്മാനി അഹ്ദാ, ഇല്ലാ മൻ ഒരുത്തനല്ലാതെ, ഇത്തഖദ ഇൻദ റഹ്മാൻ റഹ്മാനായ റബ്ബിന്റെ മക്കൾ അവൻ സ്വീകരിച്ചിരിക്കുന്നു, അഹ്ദാ ഒരു കരാറ് പാലിച്ചവൻ. അള്ളാഹിന്റെ മക്കൾ കരാറ് പാലിച്ചവനല്ലാതെ, കരാർ സ്വീകരിച്ചവനല്ലാതെ അവൻ അവിടെ ഒരിക്കലും ശഫാഅത്തില്ല. ഇവിടെ കരാർ എന്ന് പറഞ്ഞാൽ അതിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നൽകുന്ന വിശദീകരണം ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇവിടുത്തെ അഹ്ദ് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യം. പടച്ചറബുമായുള്ള ഏറ്റവും വലിയ കരാറ് അതാണ്. ഒരു അടിമയും ഉടമയും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കരാറ് അല്ലാഹു ലാ ഇലാഹ ഇല്ല എന്ന സാക്ഷ്യമാണ്. വയബ്റഉ ഇലല്ലാഹി മിൻ ഹൗലി വൽ ഖുവ്വതി വലാ യർജു ഇല്ലല്ലാഹു അസ്സ വജല്ല. എല്ലാ കഴിവും കാര്യങ്ങളും അല്ലാഹു തആലക്ക് മാത്രമാക്കുകയും അതേപോലെ യർജു ഇല്ലല്ലാഹ് അല്ലാഹുവിനെ അല്ലാതെ പ്രതീക്ഷിക്കാതിരിക്കുകയും ചെയ്തവർ, അതാണ് അഹ്ദ്. ഷഹാദത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു ലാ ഇലാഹ ഇല്ല എന്ന് സാക്ഷ്യം വഹിക്കണം. വയബ്റഉ മിൻ ഹൗലി വൽ ഖുവ്വ എല്ലാ കഴിവും കാര്യങ്ങളും അല്ലാഹു തആലക്ക് മാത്രമായി അവൻ അംഗീകരിച്ചു കൊടുക്കണം. വലാ യർജു ഇല്ലല്ലാഹ് അല്ലാഹുവിനെ അല്ലാതവൻ പ്രതീക്ഷിക്കാതിരിക്കണം. അതാണ് അഹ്ദ്. പടച്ചറബിനെ മാത്രം പ്രതീക്ഷിക്കുന്ന, പടച്ചറബിന് മാത്രം സർവാധികാരങ്ങളും വകവെച്ചു കൊടുക്കുന്ന, പടച്ചറബിനെ മാത്രം ഇലാഹായി കാണുന്നവരാരോ അവനാണ് അഹ്ദുള്ളവൻ എന്ന് പറയുന്നത്. അത് പൊതുവായിട്ട് അള്ളാഹുമായി പ്രത്യേകിച്ച് ഒരു കരാറുമുണ്ടോ? അവിടെ അഹ്ദ് എന്നുള്ളത് ആ വാക്ക് ഉദ്ദേശമുള്ളൂ. പടച്ചറബിന്റെ പക്കൽ അവിടെ നമ്മൾ ഈ വ്യാഖ്യാനം പറഞ്ഞവിടെ, അതായത് തൗഹീദെങ്കിലും സ്വീകരിക്കാത്തവൻ എങ്ങനെ പിന്നെ അവിടുന്ന് പറയുന്നു അള്ളാഹിനെ മാത്രം ആരാധിക്കുക എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അതുപോലും അംഗീകരിച്ചിട്ടില്ല. എന്നിരിക്കെ അവൻ എങ്ങനെയാണ് അവിടെ എനിക്ക് അത് കിട്ടുമെന്ന് പറയുക? പരലോകത്ത് കിട്ടണമെങ്കിൽ മിനിമം വേണ്ടത് അവന്റെ വിശ്വാസമാണല്ലോ.
ആ വിശ്വാസം പോലും ശരിയാകാതെ അവൻ പിന്നെ എങ്ങനെ അവിടെ അത് സ്വീകരിക്കും? ഈ ഓഫറിന്റെ നിന്നവൻ വാദിക്കും എന്നാണ് അവിടെയും ഒരു വ്യാഖ്യാനമായി നൽകിയത്. അപ്പൊ റബ്ബിന്റെ പക്കൽ പ്രത്യേകമായി കരാറുള്ളവർക്കല്ലാതെ നാളെ പരലോകത്ത് ശുപാർശ ഉണ്ടാവുകയില്ല. അഥവാ ദുന്യാവിൽ ഉള്ളതുപോലെ, ദുന്യാവിൽ ശുപാർശ ചെയ്യുന്നത് പോലെ ആർക്ക് വേണ്ടിയും ശുപാർശ ചെയ്യാന്നുള്ള പരിപാടി അവിടെ ഇല്ല. എന്റെ വേണ്ടപ്പെട്ടവരാണ്, പിന്നെ പ്രിയപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞ് ആർക്ക് വേണ്ടിയും എന്തിനു വേണ്ടിയും ശുപാർശ ചെയ്യുക എന്ന രീതി അല്ല പരലോകത്തിൽ. അല്ലാഹു തആല പ്രത്യേകമായി ഏൽപ്പിച്ച, പ്രത്യേകമായി അനുവാദം നൽകിയവർ മാത്രം. ഖുർആൻ പല സ്ഥലത്ത് പല രൂപത്തിൽ അത് പ്രയോഗിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ സമ്മതം കിട്ടിയെങ്കിലല്ലാതെ എന്ന് പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ നജ്മിൽ പറഞ്ഞു, അള്ളാഹു പ്രത്യേകമായി സമ്മതം കൊടുക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്തവരല്ലാതെ അവര് ശുപാർശ ചെയ്യുകയില്ല എന്നാണ് അവിടെ പഠിപ്പിച്ചത്. അപ്പൊ റബ്ബിന്റെ പക്കൽ കരാർ ഉള്ളവരല്ലാതെ അവിടെ ശുപാർശ ഉടമപ്പെടുത്തുകയില്ല. ഷഫാഅത്തിനെ ഉടമപ്പെടുത്തുകയില്ല. റഹ്മാനായ റബ്ബിന്റെ പക്കൽ കരാറുള്ളവരല്ലാതെ, അഥവാ വിശ്വാസം ശരിയായ അല്ലെങ്കിൽ ശുപാർശക്ക് എന്തെല്ലാം യോഗ്യത ഉണ്ടാകണമോ ആ യോഗ്യതയെല്ലാം ഒത്തവർക്കല്ലാതെ അവിടെ ശുപാർശ ഇല്ല. അതെ, മുഅ്മിനീങ്ങൾക്ക് ശുപാർശ ചെയ്യും. ആ ഈമാൻ അസ്ലാണ് ഇത്. മുഅ്മിനീങ്ങൾ എല്ലാവർക്കും ശുപാർശയുണ്ട് എന്ന് ഹദീസിൽ കാണാം. അമ്പിയാക്കൾ ശുപാർശ ചെയ്യും, മലക്കുകൾ ശുപാർശ ചെയ്യും, അതേപോലെ വിശ്വാസികളും ശുപാർശ ചെയ്യും എന്ന് പ്രത്യേകമായ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആര് ചെയ്യണം, ആർക്ക് വേണ്ടി ചെയ്യണം, എന്തിനു വേണ്ടി ചെയ്യണം, അതെല്ലാം തീരുമാനിക്കുന്നത് അല്ലാഹു തആലയാണ്. ആര് ശുപാർശ ചെയ്യും പഠിച്ചോ തീരുമാനിക്കും. തൗഹീദാണ്. അയാൾ ആർക്ക് വേണ്ടി ചെയ്യണം അതും അല്ലാഹു തീരുമാനിക്കും. ആ ആൾക്ക് വേണ്ടി എന്തിനു വേണ്ടി ചെയ്യണം അതും അല്ലാഹു തആല തീരുമാനിക്കും. ഇവന് ഒരു ആദരവ്, ഒരു അംഗീകാരമാണ് ശുപാർശ എന്നുള്ളത്. ഒരാൾക്ക് ശഫാഅത്ത് ഇല്ല, ശ്രദ്ധ പറ്റൂല, ഇഷ്ടമുള്ളവർക്കെല്ലാം ചെയ്യാൻ പറ്റൂല. ഇപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശുപാർശ അധികാരമുണ്ട്. അബൂ ത്വാലിബിന് വേണ്ടി ചെയ്യാനും അവകാശമുണ്ട്. പക്ഷെ അബൂ ത്വാലിബിന് സ്വർഗ്ഗത്ത് കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റൂല. അബൂ ത്വാലിബിന് ചെയ്യാൻ പറ്റിയത് നരകത്തെ ശിക്ഷ ലഘൂകരിക്കാനാണ്. അവിടെ നബിക്ക് ശുപാർശ ഉണ്ട്, അബൂ ത്വാലിബിന് വേണ്ടിയും ശുപാർശയുണ്ട്. പക്ഷെ ആ ശുപാർശ ഉള്ളത് കൊണ്ട് അബൂ ത്വാലിബിനെ രക്ഷപ്പെടുത്താൻ കഴിയൂല. നബിയോട് ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങളുടെ ശുപാർശ കൊണ്ട് അബൂ ത്വാലിബിന് വല്ല നേട്ടവും ഉണ്ടാകുമോ? ഉണ്ടാകും. നരകത്തെത്തും ചെറിയ ശിക്ഷയിലേക്ക് അബൂ ത്വാലിബിനെ മാറ്റി കൊടുക്കും. അപ്പൊ സ്വർഗത്ത് കൊണ്ടാകാൻ നബിക്ക് ആഗ്രഹമില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷെ അതിനവിടെ അനുവാദമില്ല. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശുപാർശ ഉണ്ട്, എന്നാൽ സ്വന്തം വാപ്പാക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ അനുവാദമില്ല. അവിടെ പറഞ്ഞു നോക്കും. പക്ഷെ അല്ലാഹു തആല പറയും, ഇവിടെ വാക്ക് മാറ്റപ്പെടുകയില്ല, സ്വീകരിക്കപ്പെടുകയില്ല. അപ്പൊ ആര് ചെയ്യണം, ആർക്ക് വേണ്ടി ചെയ്യണം, എന്തിനു വേണ്ടി ചെയ്യണം, അതെല്ലാം തീരുമാനിക്കുന്നത് അല്ലാഹു തആല. അതാണ് ഖുൽ ലില്ലാഹി ശഫാഅത്തു ജമീഅൻ, പറയുക ശഫാഅത്ത് മുഴുവനായും അല്ലാഹുവിനാകുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഈ മനുഷ്യനുള്ള ഒരു അംഗീകാരമാണ്. അയാൾക്ക് ശുപാർശ ചെയ്യാൻ അവസരം കൊടുത്താല് അയാൾക്കുള്ള ഒരു അംഗീകാരം, അതാണ് അല്ലാഹു തആല അവിടെ തെളിയിക്കുന്നത്. ദുന്യാവിൽ ഈമാൻ പ്രകാരം ജീവിക്കുമ്പോൾ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നുണ്ടാവും. അതുപോലെ അവിടെ പ്രത്യേകമായൊരു സ്ഥാനം, പ്രത്യേകമായൊരു അംഗീകാരം അപ്പൊ അവൻ അവിടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവന് നൽകുന്നു. അതാണ് അതിൻ്റെ ഒരു രഹസ്യം. അല്ലാഹു അഅലം. പിന്നെ ഈ മറ്റൊരു വിഷയത്തിൽ പോവാണ്. അപ്പൊ അതവിടെ കഴിഞ്ഞു. ഇനി അല്ലാഹു തആലക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞ നസ്വാറാക്കൾ, അവരെ കുറിച്ചാണ് ഇനിയുള്ള ഏതാനും ആയത്തുകൾ പഠിപ്പിക്കുന്നത്. വഖാലു ഇത്തഖദ അർ-റഹ്മാനു വലദാ, വഖാലു ഇത്തഖദ അർ-റഹ്മാനു വലദാ, വഖാലു അവർ പറഞ്ഞിരിക്കുന്നു, ഇത്തഖദ അർ-റഹ്മാൻ, റഹ്മാനായ റബ്ബ് സ്വീകരിച്ചു എന്നവർ പറയുന്നു, വലദാ, സന്താനത്തെ സ്വീകരിച്ചു എന്ന് പറയുന്നു. ഈ സൂറത്തിന്റെ തുടക്കം മുതൽ ഈസാ നബിയെ പറ്റിയാണ് പറഞ്ഞത്. സൂറത്ത് മറിയം ആരംഭിച്ച പേരിന് സൂറത്ത് മറിയമാണ്. ഇതിന് തുടക്കത്തിൽ തന്നെ സക്കറിയ നബിയുടെ സംഭവം പറഞ്ഞിട്ട് പിന്നെ നേരെ മറിയം ബിബിയുടെ വിഷയവും ഈസാ നബിയുടെ ജനനവും ഒക്കെയാണ് പറഞ്ഞത്. ആ ഈസാ നബി ഇസ്ലാം അള്ളാഹുവിന്റെ അടിമയാണ് എന്ന് ഇത് പ്രത്യേകമായി പഠിപ്പിച്ചു. അബ്ദുല്ലാഹി ആതാനിൽ കിതാബ വജഅലനി നബിയ്യ എന്ന് പറഞ്ഞുകൊണ്ട് നബിയാണെന്നും അടിമയാണ് എന്നും മറ്റു അടിമകളെ പോലെ തന്നെ അള്ളാഹു തആലയുടെ ഒരു അടിമ മാത്രമാണ് ഈസാ അലൈഹി ഇസ്ലാം എന്നൊക്കെ അവിടെ പറഞ്ഞു. എന്നിട്ട് ഇനി ശേഷം അതുമായി ബന്ധപ്പെട്ട് മറ്റു പ്രവാചകന്മാരെയും
നരകസ്വർഗവും തൗഹീദും ഒക്കെ പറഞ്ഞു. വീണ്ടും അല്ലാഹു തആല ആ വിഷയത്തിലേക്ക് ഇവിടെ തിരിച്ചു വരുന്നു. വഖാലു, അവര് പറഞ്ഞിരിക്കുന്നു, ഇത്തഖദ റഹ്മാനു വലദാ. ഇത്തഖദ റഹ്മാൻ, റഹ്മാനായ റബ്ബ് സ്വീകരിച്ചിരിക്കുന്നു, വലദാ, സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് അവർ പറഞ്ഞിരിക്കുന്നു. അല്ലാഹ് മക്കളെ സ്വീകരിച്ചു എന്നിതാ അവർ പറയുന്നു. പറഞ്ഞവർ പലതുമുണ്ട്. ലോകത്ത് പലരും അത് പറഞ്ഞിട്ടുണ്ട്. ജൂതന്മാര് പറഞ്ഞിട്ടുണ്ട്. യഹൂദികൾ പറഞ്ഞു ഉസൈർ അള്ളാഹുവിന്റെ പുത്രനാണ്. നസ്വാറാക്കൾ പറഞ്ഞു മസീഹ് ഇബ്നുല്ലാഹ്, ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിന്റെ പുത്രനാണ്. മക്കത്തെ മുശ്രിക്കീകൾ പറഞ്ഞു മലക്ക് അള്ളാഹുവിന്റെ പെൺമക്കളാണ്. അൽ മലായികത്തു ബനാത്തുല്ലാഹ്, മലക്ക് അള്ളാഹുവിന്റെ പെൺമക്കളാണ്. അള്ളാഹു ജിന്നുകളിൽ നിന്ന് വിവാഹം കഴിച്ചുവെന്നും അതിലുണ്ടായ മക്കളാണ് മലക്കുകൾ എന്നും വിശ്വസിക്കുന്നവർ മക്കയിലെ മുശ്രിക്കീങ്ങളിൽ ഉണ്ടായിരുന്നു. ഇന്ന് മലക്കൾ അള്ളാഹിന്റെ പെൺകുട്ടികളെ കണ്ടുകൊണ്ട് അവര് മലക്കളെ ആരാധിച്ചിരുന്നു. അള്ളാഹിന്റെ പെൺകുട്ടികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരാധിച്ചു. ജിന്നുകൾ ആരാധിച്ചിരുന്നു. അല്ല, അള്ളാഹ് പെണ്ണിട്ടത് ജിന്നുകളിൽ നിന്നാണ് എന്നവര് വാദിച്ചിരുന്നു. ഇതൊക്കെ അന്നുണ്ടായിരുന്ന വ്യത്യസ്തമായ വിശ്വാസങ്ങളിൽപ്പെട്ട വിശ്വാസങ്ങളാണ് അതൊക്കെ. അള്ളാഹ് അവിടെ അവർക്ക് പരിഹാസരൂപത്തിൽ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടതൊക്കെ അള്ളാഹ്ക്ക് വെച്ചു കൊടുക്കുകയാണോ? നിങ്ങൾക്ക് ആൺകുട്ടികളും അള്ളാഹ് പെൺകുട്ടികളും. അലക്കും അവർക്ക് പെൺകുട്ടികളെ പറ്റില്ല. പെൺകുട്ടികൾ ജനിക്കുമ്പോഴേക്ക് അവർ കുഴിച്ചു മൂടാൻ പോകുന്നു. അപ്പൊ നിങ്ങൾക്ക് ആൺകുട്ടികളും അള്ളാഹ് പെൺമക്കളും, അത് അനീതിയാണല്ലോ എന്ന് അല്ലാഹു തആല പരിഹാസ രൂപത്തിൽ അവരോട് പറയുന്ന ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഇവര് പറയുന്നു ഇത്തഖദ റഹ്മാൻ, റഹ്മാനായ റബ്ബ് സ്വീകരിച്ചിരിക്കുന്നു, വലദ, സന്താനത്തെ സ്വീകരിച്ചു എന്നതാ അവര് പറയുന്നു. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, ലഖദ് ജിഅ്തും, തീർച്ചയായും നിങ്ങൾ ഇതാ കൊണ്ടുവന്നിരിക്കുന്നു, ശൈഅൻ, ഒരു കാര്യത്തെ, ഇദ്ദൻ, വലിയ അളീമായ, ഇദ് മഅനാഹു അളീം, വമ്പിച്ചൊരു കാര്യമാണ് നിങ്ങൾ ആ പറഞ്ഞിരിക്കുന്നത്. ഇദ്, ഇദ് എന്നും അദ് എന്നും പറയാന്ന, അദ്ദൻ അല്ലെങ്കിൽ ഇദ്ദൻ എന്നും രണ്ടു രൂപത്തിലും അത് അറബിയിൽ പ്രയോഗിക്കാറുണ്ട്. ഒരു വമ്പിച്ച ഒരു വലിയ അപരാധം തന്നെയാണ് അതുവഴി നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയിരിക്കുന്നത്. കാരണം അള്ളാഹ്ക്ക് മക്കളുണ്ട് എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമല്ല. ഒരിക്കലും പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവിന് മക്കളുണ്ടാകാൻ പറ്റില്ല. മക്കളുണ്ടാവുക എന്നത് എപ്പോഴും സൃഷ്ടികൾക്ക് മാത്രമുള്ള ഒരു വിശേഷണമാണ്. അതോടൊപ്പം മക്കൾ എന്നത് എത്ര വലിയ അധികാരമുള്ളവരാണെങ്കിലും അവരുടെയും ഒരു ദൗർബല്യമായി മാറും. എപ്പോഴും മക്കള്, മാതാപിതാക്കള്, ഭാര്യ, ഭർത്താവ്, അതൊക്കെ എത്ര വലിയവനും ഒരു ദൗർബല്യമാണ്. എത്ര വലിയ അധികാരം പറയുന്നവനും ആ അധികാരം നടപ്പാക്കുന്നിടത്ത് ഒരു മക്കളുടെ കാര്യം വരുമ്പോ അവിടെ ഒന്നുകൊണ്ട് പിന്നീട് നിൽക്കേണ്ടി വരും. ഒരു ഉമ്മ ഉണ്ടെങ്കിൽ, വാപ്പ ഉണ്ടെങ്കിൽ, എത്ര വലിയ കാര്യപ്പെട്ട ആളായിക്കോട്ടെ, വാപ്പാനെ മുന്നിൽ എത്തുമ്പോ അയാളൊന്നുമല്ല, വാപ്പാന്റെ മോനാണ്, ഉമ്മാന്റെ മോനാണ്. അത് ലോകത്ത് ഒന്നാകെ അടക്കി ഭരിക്കുന്ന ഭരണാധികാരിയാണെങ്കിൽ പോലും അവനാണ് ഉമ്മാനും വാപ്പാനും മുമ്പ് എത്തുമ്പോ അവിടെ ഓരോ മോൻ തന്നെയാണ്. അപ്പൊ അവിടെ ആ ഒരു പരിമിതി ഉണ്ടാവും. ഒരു ഭാര്യയായി, ഒരു ഭർത്താവായി എന്ന് വരുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഒരു ഭാര്യയാകുമ്പോ തന്റെ ഭർത്താവിന് മുമ്പിലേക്ക് എത്തുമ്പോ അവിടെ ഭർത്താവിന്റെ ഭാര്യ തന്നെയാണ്. അതേപോലെ തിരിച്ച് ഭർത്താവും. അവിടെ അങ്ങനെ ആരുണ്ടായാലും അതൊക്കെ ഒരു കുറവാണ്. സർവാധികാരം പൂർണ്ണമായി നടപ്പാക്കുന്നവരെ സംബന്ധിച്ച് മക്കളുണ്ടാകാൻ പറ്റൂല, ഭാര്യ ഉണ്ടാകാൻ പറ്റൂല, മാതാപിതാക്കൾ ഉണ്ടാകാൻ പറ്റൂല. അവരുടെ അധികാരം പൂർണ്ണമായും എവിടെയും എങ്ങനെയും നടപ്പാക്കാൻ പറ്റണം. അതിന് വിഘാതമാണ് ഒരു മക്കളുണ്ടാവുക അല്ലെങ്കിൽ ഭാര്യ ഉണ്ടാവുക, മകനായി ജനിക്കുക എന്നതൊക്കെ. അതാണ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവൻ ഒരാളുടെ മകനായി ജനിച്ചിട്ടില്ല, ഒരാളും മകനായി ജന്മം നൽകിയിട്ടുമില്ല. അവന് തുല്യനായി ആരും തന്നെ ഇല്ലതാനും അതും പറ്റൂല. തുല്യാവകാശമുള്ള വേറാളുണ്ടെങ്കിലോ അതും പ്രശ്നമാണ്. അധികാരം നടപ്പാക്കാൻ പറ്റൂല. അതല്ല പറഞ്ഞു, ഒന്നിലേറെ ഇലാഹുണ്ടെങ്കിൽ ആകാശഭൂമികൾ തകരുമായിരുന്നു. കാരണം വലിയ അധികാരമുണ്ട്, പക്ഷെ അതേ അധികാരം വേറാൾക്കും ഒപ്പുണ്ടെങ്കിൽ ഈ അധികാരം നടപ്പാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. ഇയാളൊന്ന് വിചാരിക്കും, മറ്റൊരാളൊന്ന് വിചാരിക്കും, അവസാനം ആകെ പൊളിയുണ്ടാവുള്ളൂ. അപ്പൊ അതും സംഭവ്യമല്ല. അപ്പൊ അള്ളാഹിനെ പറ്റി മക്കളുണ്ട് അല്ലെങ്കിൽ പങ്കുകാരുണ്ട്, അള്ളാഹ്ക്ക് മാതാപിതാക്കളുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ഗൗരവമേറിയ കാര്യമാകുന്നു. വഖാലു ഇത്തഖദ റഹ്മാനു വലദാ, അവര് പറഞ്ഞിരിക്കുന്നു ഇത്തഖദ റഹ്മാനു വലദാ, റഹ്മാനായ റബ്ബിന സന്താനങ്ങൾ സ്വീകരിച്ചു എന്നവർ വാദിക്കുന്നു. ലഖദ് ജിഅ്തും ശൈഅൻ ഇദ്ദാ, ലഖദ് ജിഅ്തും ജാഉ എന്നതിന്റെ ആറാമത്തെ രൂപമാണ് ജിഅ്തും. ജാഉ, ജിഅ്ത
ജിഇതുമാ ജിഇന ജിഇത ആറാമത്തെ രൂപം. ഏഴാമത്തെ രൂപം നീ വന്നു. ജിഇതും ഇത് നിങ്ങൾ ബഹുവചനം ഒമ്പതാമത്തെ രൂപം. അപ്പൊ നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. ലഖദ് ജിഇതും നിശ്ചയമായും നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ വന്നു, കൊണ്ടുവന്നു അർത്ഥം. ഷൈഅൻ ഇദ്ദാ ഗൗരവമേറിയ വമ്പിച്ച ഒരു കാര്യമാകുന്നു നിങ്ങളാ പറഞ്ഞത്. ഇദ്ദൻ അളീമൻ എന്നർത്ഥം. ഇദ്ദൻ അളീമൻ. സാധാരണ ജാബി പറയുന്നുണ്ട്. ഷൈഅൻ ഉപയോഗിക്കുമ്പോൾ ആവശ്യം ഷൈഅൻ എന്നുള്ള അർത്ഥത്തിലാണ് അത് ഇല്ലാതെ വരുന്നത്. ജാബി ഉപയോഗിക്കാം, ജാബി ഷൈഇൻ എന്നും പറയാം. അത് പല അർത്ഥമാണ് വരാം. താബി എന്നതിന് ജാബി എന്ന് ഉപയോഗിക്കുന്നുണ്ട്. ഇദ്ദത്ത് എന്നും പ്രയോഗമുള്ളതാണ്. ഇതുപോലെ ഇദ് അദ് ഞാനേപോലെ ഇദ്ദത്ത് എന്നും മലയാളത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇദ്ദത്ത് എന്ന് അതും ഒരു വമ്പിച്ച അപരാധം എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. അൽ അംറുൽ ഫളീഅ് അദ്ദാഹിയ ദാഹിയ വലിയ വമ്പൻ കാര്യങ്ങൾക്കാണ് അത് ഉപയോഗിക്കുക. അംറുൽ ഫളീഅ് വളരെ നീചമായ വളരെ മോശമായ കാര്യം എന്ന അർത്ഥത്തിലും അത് ഉപയോഗിക്കും. അതെ, മഹത്തായ രണ്ടിനും ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ പറഞ്ഞല്ലോ യൗമൻ നല്ലത് മാത്രമല്ല അത് ഉപയോഗിക്കുന്നുണ്ട്. അലീം എന്നുള്ളത് രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. അതെ, അദാബുൻ അലീം എത്ര സ്ഥലത്ത് പറഞ്ഞല്ലോ. അദാബുൻ അലീം വമ്പിച്ച വലിയ എന്ന അർത്ഥത്തിലാണ്. വല്ലാഹു അഅലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يوم نحشر المتقين إلى الرحمن وفدا ونسوق المجرمين إلى جهنم وردا لا يملكون الشفاعة إلا من اتخذ عند الرحمن عهدا وقالوا اتخذ الرحمن ولدا لقد جئتم شيئا إدا. മുൻകർ യഥാർത്ഥ ഉപയോഗിക്കും. സുത്ത് കഫിർ പറഞ്ഞല്ലോ. ഖിദർ സലാമിനോട് മുസാ ഇസ്ലാം പറഞ്ഞ അവിടെ ഷൈഅൻ ഇമ്ര വലിയ കാര്യം എന്നർത്ഥത്തിലാണ് ഇമ്ര.